നമുക്ക് പറയാനുള്ളത് ഈ മാസം, വാട്ട് ഈസ് മന്ത്? മന്ത് എന്ന് പറയുന്നത് എന്താണ്? ഇപ്പൊ ജനങ്ങള് പണ്ടേ ഒന്നും അറിയാതിരുന്ന കാലഘട്ടത്തിൽ ഈ ദിവസം മാറുന്നതിന്റെ പ്രതിഭാസവും മാസം മാറുന്നതിന്റെ പ്രതിഭാസവും കണ്ടിരുന്നു. അവർക്ക് ടൈം റെക്കോർഡിങ്ങിന് വേണ്ടിയിട്ട് അവര് ദിവസങ്ങൾ എണ്ണി വന്നു. 7 ദിവസം ഇങ്ങനെ കൂടിക്കൊണ്ടുപോയി കുറെ ദിവസങ്ങളായാൽ പിന്നെ ആ ദിവസത്തിന്റെ കൗണ്ട് വിട്ടുപോകും. അതുകൊണ്ട് പിന്നെ മാസത്തിലേക്ക് വന്നു. ഒരു മാസം 30 29 ദിവസം. ഇത് മനസ്സിലാക്കിയത് ചന്ദ്രന്റെ വരവും അതിന്റെ പോക്കും ഒക്കെയാണ്. ചന്ദ്രൻ ആദ്യമായിട്ട് ഒരു ചെറിയ കല പോലെ കാണുകയും പിന്നെ അത് വളർന്നു വന്നു, അങ്ങനെ പൗർണമിയായി മാറി, പിന്നെ ചെറുതായിക്കൊണ്ട് വന്നു, അവസാനം അത് ഇല്ലാതാവുകയും ചെയ്യുന്ന ഒരു ദിവസം ചന്ദ്രന്റെ ഭൂമിയിൽ കാണുന്നില്ല. ഇതാണ് ഒരു മാസം എന്നവർ കണക്കാക്കിയത്. ഇത് 29 30 ദിവസങ്ങളാണ്. പണ്ടേ ജനങ്ങൾ മനസ്സിലാക്കി വന്നതാണ്. അതുകൊണ്ടാണ് മാസം നമ്മൾ ചന്ദ്രന്റെ അടിസ്ഥാനത്തിൽ മനുഷ്യർ എപ്പോഴും കൂട്ടിയിട്ട് വന്നത്. കുറെ കാലം കഴിഞ്ഞപ്പോ ഈ സിസ്റ്റം ആളുകൾ മാറ്റി. അപ്പൊ അവരുടെ കൃഷി ആവശ്യത്തിന് വേണ്ടി അവര് കാലാവസ്ഥയുടെ അടിസ്ഥാനത്തിൽ അയനങ്ങളുടെ മാറ്റം അനുസരിച്ച് ഉണ്ടാക്കിയ കലണ്ടറാണ് ഈ സോളാർ കലണ്ടർ എന്ന് പറയുന്നത്. അത് ഏതാണ്ട് പിന്നെ ഒരു ആർട്ടിഫിഷ്യൽ കലണ്ടറാണ്. അത് ടൈമുമായി ഒത്തു പോവില്ല. ഈ വേൾഡിന്റെ ടൈം ഉണ്ടല്ലോ, അതുമായിട്ട് അത് ഒത്തുപോകില്ല. അതിൽ ദിവസങ്ങൾ വ്യത്യാസം വരും, കൂടുകയും കുറയുകയും ഒക്കെ ചെയ്യും. അതുകൊണ്ട് അത് വളരെ ശരിയായ ഒരു സിസ്റ്റമല്ല. ഒരു ശരിയായ സിസ്റ്റം ഈ ചന്ദ്രന്റെ അടിസ്ഥാനത്തിലുള്ള സിസ്റ്റമാണ്. അത് ആഴ്ചന്റെ ഇതുപോലെ തന്നെ പോയിക്കൊണ്ടിരിക്കും. ഒരു മാസം ഒരു ദിവസം തുടങ്ങുന്നെന്ന് വിചാരിച്ചാൽ മാസം തുടങ്ങുന്ന ദിവസം കൊണ്ടാണ്. 7 ദിവസങ്ങളിൽ ഏതെങ്കിലും ഒരു ദിവസം മാത്രമേ ഒരു മാസം തുടങ്ങൂ. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യുന്നു? ആ ദിവസം മാസം തുടങ്ങിയതായിട്ട് കണക്കാക്കേണ്ടി വരും. ഓരോ സ്ഥലത്തും ഹിലാല് കാണുന്നതിന്റെ അടിസ്ഥാനത്തിലല്ല അത് വേണ്ടത്. അത് ചന്ദ്രന്റെ മനാസിലിന്റെ അടിസ്ഥാനത്തിലാണ് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. വൽ ഖമറ ഖദ്ദർനാഹു മനാസില ഹത്താ ആദ കൽ ഉർജുനിൽ ഖദീം. ആ അവസാനം ഇതുവരെ ചന്ദ്രൻ എങ്ങനെ മാറിക്കൊണ്ട് പോകുന്നു ഒരു സ്ഥലത്ത് പറഞ്ഞു. പിന്നെ വേറൊരു സ്ഥലത്ത് പറഞ്ഞു വഖദ്ദറഹു മനാസില ഇകാലമു അദദ സിനീന വൽ ഹിസാബ്. ഈ ചന്ദ്രപ്രായത്തിന്റെ എണ്ണവും അതിന്റെ കണക്കും നിങ്ങൾ മനസ്സിലാക്കുവാൻ വേണ്ടിയാണ് ഈ ചന്ദ്രൻ മനാസിൽ നിർണയിച്ചത്. അതായത് ഇലോങ്ങേഷൻ. ഈ മനാസിൽ എന്ന് പറയുമ്പോ നമുക്കത് എന്താണെന്ന് മനസ്സിലാവുന്നില്ല. സ്ഥാനങ്ങൾ പല പലതും പറയുന്നു. രാശികൾ എന്ന് പിന്നീട് പറയാൻ തരും. രാശികൾ ഈ ജ്യോതിഷത്തിൽ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. അത് 28 രാശിയായി അവർ ഈ മറ്റേ സോഡിയാക്ക് പിരിച്ചു വെച്ചിട്ടുണ്ട്. അതിനെയാണ് ഇവര് ജ്യോതിഷത്തില് 28 രാശി എന്ന് പറയുന്നത്. അത് ഇങ്ങനെ ചന്ദ്രൻ അതിൽ കൂടി തന്നെ പോകും. പക്ഷെ അതല്ല ഇവിടെ ഖുർആനിൽ ഉദ്ദേശിച്ചത്. ഖുർആനിൽ പറഞ്ഞതുമായിട്ട് ഈ അതിന്റെ നക്ഷത്രങ്ങളുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അതിന്റെ ഇലോങ്ങേഷൻ, അതായത് സൂര്യനും ചന്ദ്രനും തമ്മിലുണ്ടാകുന്ന വ്യത്യാസത്തെ പറ്റിയാണ് ഖുർആനിൽ പറഞ്ഞിട്ടുള്ളത്. ആദ്യമായിട്ട് മനാസിലുൽ, അറബികളിൽ 2 പദത്തിൽ മനാസിൽ അവർ ഇത് ചെയ്തിട്ടുണ്ട്. അതായത് മനാസിൽ അൽ ഇജ്തിമാഇയ്യ എന്ന് പറയുന്ന മനാസിൽ. പിന്നെ മനാസിൽ അൽ ഇസ്തിഖ്ബാലിയ്യ. ഇങ്ങനെ 2 തരം മനാസിലുകളാണ് അറബിയിൽ പറഞ്ഞിട്ടുള്ളത്. ഇതിന് ഇംഗ്ലീഷിൽ വാക്സിംഗ് എന്ന് പറയുന്നു, ഇതിന് വെയിനിങ് എന്ന് പറയുന്നു. നമ്മളെ മലയാളത്തിൽ പറയുമ്പോൾ ഇത് വൃദ്ധി, ഇത് ക്ഷയം. ഈ 2 മനാസിലാണ് ചന്ദ്രനുള്ളത്. അതായത് ആദ്യമായിട്ട് നമ്മള് ഇത് നോക്കിയാൽ നമുക്ക് ആദ്യത്തെ ഭാഗത്ത് സൂര്യൻ അസ്തമിച്ചതിന് ശേഷം ചന്ദ്രൻ അസ്തമിക്കുന്ന അവസ്ഥ നമ്മൾ കാണുന്നു. അതിന്റെ 1ാമത്തെ ദിവസത്തിലാണ് നമ്മൾ ഈ നേരിയ കല ഹിലാൽ കാണുന്നത്. ഹിലാൽ കാണുന്ന മാസത്തിന്റെ 1ാമത്തെ ദിവസമാണ്, അവസാനത്തെ ദിവസം അല്ല. അവസാനത്തെ ദിവസം ഹിലാൽ കാണുകയില്ല. അത് ഇവിടെ വരച്ച് നമുക്ക് കാണിക്കാം. ഇത് സൂര്യനാണെന്ന് വിചാരിച്ചാൽ ചന്ദ്രൻ ഇങ്ങോട്ട് വരുന്നു വിചാരിക്കാം. അപ്പോ ഇങ്ങനെ ഇത് വരുന്നതാണ്.
ആദ്യം ഇങ്ങനെ അതിന് സൂര്യൻ ദൂരെ പോകുമ്പോ അത് വലുതാവുന്ന കാണാം. ഇങ്ങനെ ഞാൻ വിചാരിച്ചത് ഇങ്ങോട്ട് വരുന്നതാണ്. ഒരു ദിവസം ഇത്ര കാണുന്നു, പിറ്റേ ദിവസം ഇങ്ങനെ കാണുന്നു, പിറ്റേ ദിവസം ഇങ്ങനെ കാണുന്നു, പിറ്റേ ദിവസം വളരെ ഒരു നേരിയ കലായിട്ട് മാറുന്നു. പിന്നെ അതിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്, ഇങ്ങോട്ടേക്ക് വരികയാണ്. ഇങ്ങനെ വന്ന് ഇത് ക്രോസ് ചെയ്ത് ഈ ഭാഗത്ത് വന്നാൽ ഇതിന്റെ ഇത് മാറി വളരെ വ്യക്തമാണ്. നമ്മൾ സൈഡ് മാറ്റുന്നു. അതായത് നമ്മൾ രാവിലെ കണ്ടത് വൈകുന്നേരം ആക്കി, ഇത് ഇങ്ങനെ ആയി. രണ്ടും നമ്മൾ കാണുന്ന ഒരു ഷേപ്പിലാണ്. പിന്നെ നമ്മൾ സൈഡ് മാറ്റുന്നതുകൊണ്ട് ഇതിന്റെ ഇത് മാറുന്നുണ്ടെന്ന് മനസ്സിലാവും. അപ്പൊ ഓരോ ദിവസവും ഇങ്ങനെ വലുതായിക്കൊണ്ട് ഈ വലുതാവുകയാണ്. ഇത് വളരെ കൃത്യമായിട്ട് സയൻസിലുണ്ട്. അപ്പൊ ഇങ്ങനെ വന്ന് ഇത് സൈഡ് മാറുന്നതാണ് മാസമാറ്റം. ഇത് ഇവിടെ വന്ന് ക്രോസ് ചെയ്യുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, ഒരു മാസം അവസാനിക്കുകയും അടുത്ത മാസം തുടങ്ങുകയും ചെയ്യുന്നത്. അപ്പൊ നമ്മൾക്ക് ഖുർആൻ പറഞ്ഞിട്ടുള്ളത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് എന്താന്ന് വെച്ചാല് ഈ മനാസിൽ നോക്കി അതിനെ കണ്ടുപിടിക്കുന്ന രീതിയാണ്. നമ്മൾ ഈ 25 ശേഷം നോക്കിക്കൊണ്ട് വന്നാൽ ഒരു 3-4 മണിക്കൂർ മുമ്പേ ചന്ദ്രൻ ഉദിക്കുന്നതായിട്ട് കാണുന്നു. പിറ്റേ ദിവസം 1 മണിക്കൂർ കുറഞ്ഞു, പിന്നെ 1 മണിക്കൂർ കുറഞ്ഞു. ഉദിക്കുന്നതിന് 1 മണിക്കൂർ ഏതാണ്ട് മിനിറ്റുകൾ മുമ്പേ ഉദിക്കുന്നതാണ് ഈ ഉർജുൽ ഖദീം നമ്മൾ പറയുന്നത്. അത് സുബു ബാങ്കിന്റെ കൂടെ ഉദിക്കും ഏതാണ്ട്, അല്ലാത്തത് സുബു ബാങ്കിന്റെ കൂടെ തന്നെ ഇത് ഉദിക്കുന്നതായിട്ട് കാണും. അത് സുബു നമസ്കരിച്ചതിന് ശേഷം സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പായി നോക്കിയാൽ നമുക്ക് കാണും. ഉദിച്ചു കഴിഞ്ഞാൽ പിന്നെ കാണൂല, കാരണം സൂര്യന്റെ പ്രഭയിൽ ഇത് കാണാതായി പോകും. ചന്ദ്രനെ കാണുന്നത് എപ്പോഴാന്ന് വെച്ചാൽ കുറച്ച് അകലെ ഉള്ളപ്പോഴാണ്. ഇത് നമുക്ക് കാണാൻ പറ്റും, ഇതും കാണാൻ പറ്റും. ഇവിടെ അടുത്ത് കഴിഞ്ഞാൽ സൂര്യൻ ഉദിച്ചാൽ പിന്നെ കാണൂല. അതായത് മാസം 26 വരെ നമുക്ക് സൂര്യനെയും ചന്ദ്രനെയും ആകാശത്ത് കാണും. ഏത് മുതൽ 2-3 കഴിഞ്ഞതിന് ശേഷം, 3-ാം തീയതിക്ക് ശേഷം ഞങ്ങൾക്ക് ആകാശത്തിൽ സൂര്യനെയും ചന്ദ്രനെയും കാണാൻ പറ്റും. ഇതാണ് ഈ വാക്സിൻ. ഇത് വെയിനിങ് ആണ്. ഇത് വാക്സിൻ, ഇത് വെയിനിങ്. അപ്പൊ ഇവിടെ ഈ വാക്സിൻ ക്രസൻറ്റ് കൊണ്ട് മാസം കണ്ടുപിടിക്കാൻ പറ്റില്ല. മാസം തുടങ്ങിയാലേ ഇത് കാണുള്ളൂ. അതുകൊണ്ട് വാക്സിൻ ക്രസൻറ്റ് മാസം കണ്ടുപിടിക്കുന്നതിന് അനുയോജ്യമല്ല. അപ്പോ ഹിലാൽ എന്ന് പറയുന്നത് വാക്സിനെയാണ്. ഹിലാൽ കണ്ടിട്ട് മാസം തുടങ്ങാൻ റസൂലുള്ളാഹി പറയില്ല. അത് നിങ്ങൾ തെറ്റിദ്ധാരണ ഉണ്ടായതാണ്. നിങ്ങൾ വിചാരിച്ച് 1-ാം തീയതി എന്ന് പറയുമ്പോൾ അത് അവസാനം കാണുന്ന, വൈകുന്നേരം കാണുന്ന അത് അവസാനമാണെന്ന് വിചാരിച്ചാണ് ഈ തെറ്റിലേക്ക് വന്നത്. അപ്പൊ നമ്മള് മാസം കണ്ടുപിടിക്കാൻ വേണ്ടി നോക്കേണ്ടത് വെയിനിങ് ക്രസൻസ് ആണ്. ഇത് ഇപ്പോഴും സൗദി അറേബ്യയിൽ ബദുക്കൾ ചെയ്യുന്നുണ്ട്. അവർക്ക് ഈ സിസ്റ്റം അറിയാം. അവർ അപ്രകാരമാണ് കണ്ടുപിടിക്കുന്നത്. അവർ മാസം ശരിക്കും കണ്ടുപിടിക്കുകയും ചെയ്യുന്നു. പിന്നെ ഇപ്പൊ എന്താണ് ഈ പ്രശ്നം ഉണ്ടാവുന്നത് വെച്ചാല്, ഇപ്പൊ പരിഷ്കരിച്ച ആളുകൾ ഈ അപരിഷ്കൃതരായ ജനങ്ങളെ മോശമായിട്ടാണ് കാണുന്നത്. അവരും ഇവരുമായിട്ട് തമ്മിൽ ബന്ധമില്ല. അവരവരുടെ ഇഷ്ടം പോലെ ചെയ്യുകയും അറിയിക്കാതിരിക്കുകയും ചെയ്യുന്നത് കൊണ്ടാണ് സൗദി അറേബ്യയിൽ ഇപ്പൊ തെറ്റ് പറ്റുന്നത്. അല്ലെങ്കിൽ ഇവര് പറഞ്ഞ അത് ശരിയായിരിക്കും. അതിപ്പോ റസൂലുള്ളാഹിന്റെ കാലത്ത് തന്നെ നമുക്ക് ഹദീസ് കാണുന്നുണ്ട്. ഒരു ബദു എന്ന് പറയുകയാണ്, യാ റസൂലുള്ളാഹി ഇന്ന ദിവസമാണ് എന്ന് പറഞ്ഞപ്പോ റസൂലുള്ളാഹി അവരെ ക്വസ്റ്റ്യൻ ചെയ്യുന്നില്ല, അംഗീകരിക്കുകയാണ് ചെയ്തത്. കാരണം അവർ അതിൽ എക്സ്പീരിയൻസ് ഉള്ളവരാണ്, റസൂലുള്ളാഹിക്ക് അറിയാം. പിന്നെ വഹ്യും വരുന്നുണ്ടാവും. അവർ കണക്കാക്കുന്നതാണ് ശരി. നമുക്ക് ഈ വിഷയത്തിൽ നോക്കിയാൽ ഖാലിസൗക്കത്തിന്റെ സൈറ്റിൽ, അതായത് www.moonsighting.com നോക്കിയാൽ നമുക്ക് അദ്ദേഹം ഒരു കത്ത് ഇട്ടിട്ടുണ്ട്. ഹാറൂൺ ചൗധരി എന്ന് പറഞ്ഞ ഒരു എഞ്ചിനീയർ സൗദി അറേബ്യയിൽ കുറെ കാലം ജോലി ചെയ്ത അദ്ദേഹം എഴുതിയ കത്ത് ഖാലിസൗക്കത്തിന്റെ സൈറ്റിലുണ്ട്. അദ്ദേഹം പറയുന്നത്, ഒരു പ്രാവശ്യം ദിവസം മാറ്റിയപ്പോൾ അദ്ദേഹം പറഞ്ഞതാണ്, നമുക്ക് ഈ അത്താഴം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് TV-യിൽ കാണുകയാണ് പാട്ടും, ഇതൊക്കെ പെരുന്നാളാണെന്ന് അറിഞ്ഞു. ഇങ്ങനെ പെട്ടെന്നുള്ള മാറ്റം ഇത് ആദ്യം ചെയ്യുന്ന പല പ്രാവശ്യം ഇവർ ചെയ്യുന്നുണ്ട്. അതിന് കാരണം ഈ ബദുക്കളാണ് ഈ പ്രശ്നം ഉണ്ടാക്കുന്നതിനാണ് ഇത്ര എഴുതിയിരിക്കുന്നത്. അപ്പൊ ബദുക്കൾ എന്താ ചെയ്യുന്നത് പറഞ്ഞാല്, ബദുക്കൾ ഈ വൈകുന്നേരം പോയിട്ട് നോക്കൂല.
അവർക്ക് വൈകുന്നേരം നോക്കുന്ന പരിപാടിയില്ല. അവര് നോക്കുന്ന വൈകുന്നേരമാണെങ്കിൽ പിന്നെ ഈ പൊടിപടലങ്ങളും അതും ഇതും ഒക്കെ ഉള്ളത് കൊണ്ട്, ചൂടുള്ളത് കൊണ്ട് അത് കാണാൻ നല്ല സൗകര്യമുള്ള സമയമല്ല എന്ന് ഞാൻ പറയുന്നുണ്ട്. കാണാൻ നല്ല സമയം ഈ അർദ്ധരാത്രിക്ക് ശേഷം പുലർച്ചയ്ക്ക് മുമ്പുള്ള സമയം. ആകാശം വളരെ ക്ലീൻ ആയിരിക്കും, കാഴ്ച വളരെ നന്നായിരിക്കും. ആ സമയം തന്നെയാണ് നോക്കേണ്ട സമയം. ആ സമയത്താണ് ഈ ബതുക്കൾ ഈ ചന്ദ്രനെ നോക്കുന്നത്. അപ്പൊ അത് അവർ ഒരു സ്കാർ ഉപയോഗിച്ച് നോക്കിയാൽ അവർക്ക് ഈ ചന്ദ്രന്റെ തിക്നെസിന്റെ അളവ് കിട്ടും. അതനുസരിച്ച് ഇത്ര ദിവസം കൊണ്ട് മാസം അവസാനിക്കുമെന്ന് അവർ പറയും. അവര് പോയി പറയുമ്പോഴാണ് ഈ സൗദി അറേബ്യയിൽ മാറ്റുന്നത് എന്നാണ് മുമ്പ് എഴുതിയിരിക്കുന്നത്. അപ്പൊ ഞാൻ ഇതിനെപ്പറ്റി ഈ കത്ത് കണ്ടതിന് ശേഷം ഇവര് ചെയ്യുന്നത് എന്താണെന്ന് അറിയാൻ വേണ്ടി ഞാൻ സൗദി അറേബ്യയിൽ പോവുകയും തായിഫിലെ മലയിലുള്ള ഈ ബതുക്കളടുത്ത് പോയി അവരോട് ഇത് ചോദിക്കുകയും ചെയ്തപ്പോൾ അവര് പറഞ്ഞു, നിങ്ങൾ പറയുന്നത് വൈകുന്നേരം നോക്കും, വൈകുന്നേരം നോക്കിയാൽ ഈ പോയത് മാത്രമേ കിട്ടുള്ളൂ, വരുന്നത് കാണില്ല. വരുന്നത് കാണണമെങ്കിൽ ഇങ്ങനെ നോക്കണം എന്ന് അവർ പഠിപ്പിച്ചു. അപ്പോഴാണ് മനസ്സിലായിട്ടാണ് ശരിയായ സിസ്റ്റം എന്ന് മനസ്സിലായി. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് തന്നെയാണ്. അവരത് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. നമ്മൾ സിവിലൈസ് ചെയ്തപ്പോ വാച്ച് വന്നപ്പോ അതൊന്നും നമുക്കെല്ലാം മറന്നു. നമുക്ക് ടൈം എന്താണെന്ന് അറിയില്ല, മാസം എന്താണെന്ന് അറിയില്ല, എങ്ങനെ മാസം ഇതൊന്നും അറിയില്ല. ഹിലാൽ കണ്ടാൽ മാസം തുടങ്ങുന്നു എന്നുള്ളത് പരക്കെ ജനങ്ങളിൽ പ്രചരിപ്പിച്ചത് കൊണ്ട് ജനങ്ങൾ എല്ലാവരും ഇപ്പൊ വിശ്വസിച്ചിരിക്കുന്നത് ഹിലാൽ കണ്ടാൽ മാസം തുടങ്ങുന്നു എന്നാണ്. വാസ്തവത്തിൽ ഹിലാൽ കാണുന്നത് മാസത്തിന്റെ 1-ാം തീയതി. ഇതൊക്കെ എനിക്ക് മനസ്സിലാവും. അപ്പൊ ഇതിന്റെ വര ഇങ്ങോട്ടാവുമല്ലോ. നമുക്ക് ഇനി എങ്ങനെ വന്ന് ഇവിടെ വന്നപ്പോ ഇത് ഇല്ലാതായി. പിന്നെ കാണുന്നത് ഇങ്ങനെ ഏത് ഭാഗത്ത് പടിഞ്ഞാറ് ഭാഗം, ഇത് കിഴക്ക് ഭാഗത്ത് കണ്ടു, ഇത് പടിഞ്ഞാറ് ഭാഗത്ത്. ഇത് കാണുന്നത് മാസത്തിന്റെ 1-ാം തീയതിയാണ്. ഇത് ഓരോ ദിവസം ഓരോ മനാദിലായിട്ട് വരുമ്പോ നമുക്ക് മനസ്സിലാവും. അപ്പൊ അവര് ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. അന്ന് പണ്ട് ചന്ദ്രൻ ഒരു ദിവസം ചലിക്കുന്നത് ആണ് ഒരു മനാദിൽ. അത് 6 വിരലാണ്. അവർക്ക് അന്ന് ഇൻസ്ട്രുമെന്റ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. 6 വിരൽ ഇങ്ങനെ പിടിച്ച 2 കൈ ഇങ്ങനെ നീക്കി പിടിക്കുമ്പോ ഈ ദൂരമാണ് ചന്ദ്രൻ ഒരു ദിവസം ചലിക്കുക. അപ്പോ ഈ 6 വിരൽ ദൂരം എന്ന് പറയുമ്പോൾ 12 ഡിഗ്രിയാണെന്നും കിതാബുകളിൽ എഴുതിയിട്ടുണ്ട്. അപ്പൊ ആ കാലത്ത് തന്നെ അവർ ഇതൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്. അവർ ശരിക്കല്ലേ കണ്ടുപിടിച്ചു എന്നറിയുന്നു. നമുക്കിവിടെ ദീൻ എത്തിയപ്പോഴേക്കും ഇവിടെ എന്തായി? ഇവിടെ നമുക്ക് ഇതിനെപ്പറ്റി അറിയില്ല. അതാണ് ഇപ്പൊ ഖുർആൻ തന്നെ നമ്മൾ നോക്കിയാൽ നമ്മൾ യാസീൻ, എന്റെ ചെറുപ്പത്തിലൊക്കെ യാസീൻ ഓതുന്നതന്നെ ഒരാൾ മരിച്ചാലാണ്. അത് ഓതാൻ പാടില്ല എന്നുള്ള ഇതില് നമസ്കാരത്തിൽ പോലും യാസീൻ ഓതുമില്ല. കാരണം ഇത് മരിച്ച ഓതേണ്ടതാണ്. പക്ഷെ അതിൽ തന്നെ പറഞ്ഞാണ് ഇത് ജനങ്ങൾ ജീവിച്ച് ഇരിക്കുന്ന ജനങ്ങൾക്കുള്ളതാണെന്ന് ഖുർആൻ തന്നെ ഉള്ളു. എന്നാലും അതിന്റെ അർത്ഥം നമുക്ക് അറിയാത്തതുകൊണ്ട് അങ്ങനെയായിരുന്നു ജനങ്ങൾ ധരിച്ചു വെച്ചിരുന്നത്. അപ്പൊ ഈ അവിടെയുള്ള നമ്മളിപ്പോ കാവന്മാര് ഇവരാണല്ലോ ഇതിന്റെ ആളുകൾ. അപ്പോൾ ഇമാമുകൾ തലത്തിലുള്ള കുത്തുബാവുന്ന ആളുകൾ, ഖതീബുമാര്, അവിടുത്തെ കാദിമാരാണ് ഇത് നിർണയിച്ചിരുന്നത്. അവർക്ക് പോലും ഈ ഖുർആന്റെ അർത്ഥങ്ങൾ അധികം അറിയില്ല. വളരെ ചുരുക്കം ചിലർ മാത്രം ഉണ്ടാവായിരിക്കും ഇതറിയുന്നത്. ആളുകൾക്ക് ഇത് അറിയില്ല. എന്താ ഓതുന്ന ആൾക്ക് തന്നെ അറിയില്ല. അവര് ഒരു പുസ്തകം നോക്കിയിട്ടാണ് കുത്തുബ ഓതുന്നത്. ഞാന് 80കളിലല്ല 65 ഞാൻ 65 ഇവിടെ വിശാഖപട്ടണത്ത് പോയിരുന്നു ഒരു പ്രബന്ധം അവതരിപ്പിക്കാൻ വേണ്ടി, മത്സ്യങ്ങളെ പറ്റിയുള്ള. അപ്പൊ ആ സമയത്ത് ഒരു വെള്ളിയാഴ്ച വന്നു. അപ്പൊ എനിക്ക് തോന്നി ഏതായാലും നമുക്ക് പള്ളിയിൽ പോകണല്ലോ എന്ന് പറഞ്ഞ് ഞാൻ അവിടെ ജുമാക്ക് പോയി. ജുമാക്ക് പോയ സമയത്ത് കുറെ ആളുണ്ട്, വലിയ പള്ളിയാണ്. അപ്പൊ ആ ഖതീബ് മെമ്പറിൽ കയറിയിട്ട് അദ്ദേഹത്തിന് ഇത് നോക്കിയിട്ട് വായിക്കാൻ മാത്രമേ അറിയൂ, അത് വായിക്കാനും അറിയില്ല. ഇങ്ങനെ വിറച്ചുകൊണ്ടാണ് അദ്ദേഹം കുത്തുക. ഇതായിരുന്നു അവസ്ഥ. എന്താ ഒന്നും അറിയില്ല. അപ്പൊ പേടി കൊണ്ട് വിറക്കയാണ്. എന്താ വായിക്കുന്ന അറിയില്ല. അപ്പൊ ജനങ്ങൾക്കും അറിയില്ല, ഈ ഓടുന്ന ആൾക്ക്. അങ്ങനത്തെ അവസ്ഥയാണ് ഉണ്ടായിരുന്നത്. ഇത് ഇവിടെ മാത്രമല്ല, സൗദി അറേബ്യയിൽ പോലും ഇങ്ങനെ. ഞാൻ ഒമാനിൽ പോയിരുന്നു 79. ഒമാനിൽ പോയ സമയത്ത് ഞാൻ അവിടെ പള്ളിയിൽ പോയി നോക്കിയിട്ടുണ്ട്. പള്ളിയിൽ പോയി നോക്കിയപ്പോൾ ജുമാ ദിവസം ഇവർ ഇത് എടുത്തിട്ട് കാസൂറ തോന്നുന്നുണ്ടാവും നീട്ടിക്കൊണ്ട്. ഇവിടെ കേരളത്തിൽ പോലും അങ്ങനെ ഓർമ്മയില്ല. അത്രക്ക് മോശമായ 79 അവിടെ. ഇപ്പം മാറിയിട്ടുണ്ടാവും. എഡ്യൂക്കേഷൻ തീരെ ഉണ്ടായിരുന്നില്ല. അവർക്ക് ഖുർആൻ എന്താണെന്ന് അറിയില്ല. ഇപ്പൊ നമ്മളെ കാലഘട്ടത്തിൽ വന്നപ്പോഴാണ് തഫ്സീറുകളും പല ഭാഷയിൽ വരികയും അത് മനസ്സിലാക്കുകയും ചെയ്യുന്നത്. പിന്നെ ഈ തഫ്സീറുകൾ എഴുതിയവർ
അവര് ഈ ശാസ്ത്രജ്ഞന്മാരോ വാനശാസ്ത്രജ്ഞന്മാരല്ല, അവർക്ക് ഈ ചന്ദ്രനെ പറ്റിയും ഭൂമിയെ പറ്റിയും ഉള്ള അറിവ് വളരെ പരിമിതമാണ്. അതുകൊണ്ട് അവർ ചന്ദ്രനെ പറ്റിയുള്ള ഭാഗങ്ങൾ ശരിക്കും മനസ്സിലാക്കാതെ എഴുതിപ്പോയിട്ടുണ്ട്. അത് തന്നെയാണ് ഖുർആൻ നമ്മൾ വിചാരിക്കാൻ പാടില്ല. ഖുർആൻ അള്ളാഹുവിന്റെ വേദമാണ്, അതിലെല്ലാം വിശദീകരിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ അതിനെപ്പറ്റി ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്ത് ഈ മനാദിൽ നമ്മൾ മനസ്സിലാക്കണം. അപ്പോ ഈ മനാദിന്റെ അടിസ്ഥാനത്തിലാണ് ഈ മാസങ്ങൾ മാറുന്നത്. അപ്പൊ പറഞ്ഞു വന്നത് ഇപ്പൊ ഈ മാസം തുടങ്ങിയത് ചൊവ്വാഴ്ചയാണ്. അപ്പൊ ചൊവ്വ മാസം തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ചൊവ്വാഴ്ച 29. അപ്പൊ ഇതിങ്ങനെ വരികയാണല്ലോ. ചൊവ്വ, ഇത് അതിന് മുമ്പേ ഉള്ള ദിവസം തിങ്കൾ, പിന്നെ ഇത് ഞായർ, ഇത് ശനിയാഴ്ച രാവിലെ ഈ പൗർണമിക്ക് ശേഷം, ഇപ്പൊ പൗർണമി കഴിഞ്ഞല്ലോ, ഇനി പൗർണമി കഴിഞ്ഞാൽ ഇനി വരുന്നത് ലാസ്റ്റ് ക്വാർട്ടറാണ്, അതായത് 22. ഇപ്പൊ ഒരു മാസം ചൊവ്വാഴ്ച തുടങ്ങുകയാണെങ്കിൽ ചൊവ്വ 1, ചൊവ്വ 8, ചൊവ്വ 15, ചൊവ്വ 22, ചൊവ്വ 29. ഇതാണ് അതിന്റെ വ്യവസ്ഥ. അപ്പൊ ഇത് എല്ലാ മാസവും ഇങ്ങനെ തന്നെയാണ്. വളരെ എളുപ്പം. ഈ 5 വിരലുണ്ട്, ആഴ്ചയിൽ 7 ദിവസങ്ങൾ, ഓരോ ക്വാർട്ടറിലും ഇത് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അതായത് ഏത് മാസം ഏത് ദിവസം തുടങ്ങുമ്പോൾ അത് തന്നെ ആയിരിക്കും 29. അപ്പൊ നമ്മള് 22-ന് ശേഷം 22-ന് നമ്മളിപ്പോ കാലത്ത് നോക്കുകയാണെങ്കിൽ ചന്ദ്രൻ ഇങ്ങനെ ഉണ്ടാവും. 22-ൽ നമ്മൾ നോക്കുമ്പോൾ എപ്പോഴാണ് നോക്കേണ്ടത്? സുബഹ് കഴിഞ്ഞ് നോക്കണം, ഉദയത്തിന് മുമ്പ്. ഉദയം കഴിഞ്ഞ് നോക്കിയാൽ പിന്നെ അതിന്റെ ഷേപ്പൊക്കെ മാറും, അത് വെളിച്ചം കൊണ്ട് മാറുന്നതാണ്. അപ്പൊ നമ്മള് 22-ന് നോക്കുമ്പോൾ ഇത് പകുതിയിൽ കൂടുതൽ ഉണ്ടാവും. ഇത് 30-ന്റെ മാസമായിട്ടുണ്ടാവും. അല്ലെങ്കിൽ എന്താ 29 ആയിരുന്നുവെങ്കിൽ ഇത് 29-2-ൽ തന്നെ ഇത് പകുതിയാണ്. ഇപ്പൊ 22-ല് നമ്മൾ പകുതിയിൽ കൂടുതൽ കാണുകയും 22 ചൊവ്വയല്ലേ, ചൊവ്വാഴ്ച രാവിലെ നോക്കുമ്പോൾ നമുക്ക് ചന്ദ്രൻ പകുതിയിൽ കൂടുതലായിട്ട് കാണുവാൻ സാധിക്കും. പിന്നെ ബുധൻ പിറ്റേ ദിവസം നോക്കാം. നോക്കുന്നത് ഒരു ദിവസം നോക്കിയാൽ പറ്റില്ല, 2-3 ദിവസം നോക്കേണ്ടി വരും പഠിക്കുന്നവർക്ക്. സാധാരണ നോക്കുന്ന ഒരാൾക്ക് ഒരു ദിവസം കണ്ടാൽ തന്നെ അത് എത്ര ദിവസം പറയാൻ പറ്റും. ബുധനാഴ്ച നോക്കുമ്പോൾ ഇതെന്താകും? ചൊവ്വാഴ്ച പകുതിയിൽ കൂടുതലുണ്ട്, ബുധനാഴ്ച നോക്കുമ്പോൾ ഇത് നേർ പകുതിയാകും. പിന്നെ വ്യാഴാഴ്ച രാവിലെ നോക്കുമ്പോൾ ഇതെന്തായി? ക്രിസന്റ് ആയിട്ട് മാറും. ഇത് ഉള്ളിലോട്ട് വളഞ്ഞ് ഇത് നേരെ ഇത് കൂടുതൽ. അപ്പൊ ഈ വ്യൂ നമ്മൾ എപ്പോ കാണുന്നുവോ, ക്രിസന്റിന്റെ വ്യൂ, ഏറ്റവും വലിയ ക്രിസന്റ്, ഈ കാണുന്ന ദിവസം അടുത്ത ആഴ്ചയിൽ മറ്റേ മാസത്തിന്റെ 1-ാം തീയതി ആയിരിക്കും. അപ്പോ നമ്മൾ ഇവിടെ വന്നു, ഇവിടെ ചൊവ്വാഴ്ച നമുക്ക് ഉർജുൻ കദീം കാണാൻ പറ്റും. ഇത് 30-ന്റെ മാസമായതുകൊണ്ട് ചൊവ്വാഴ്ച ഉർജുൻ കദീം കാണും. 29-ന്റെ ആയിരുന്നെങ്കിൽ ഇത് പിന്നെ ഒരു ദിവസം മുമ്പ് 28-ന് കാണും, 29-ന് കാണില്ല. അപ്പൊ ഇത് 29-ന് കണ്ടു, പിന്നെ 30-ന് കാണില്ല, ഒന്നും കാണില്ല. പിന്നെ ഇത് 1-ാം തീയതിയാണ് കാണുന്നത്. അതായത് ചൊവ്വ, ബുധൻ കാണില്ല, വ്യാഴം 1, പിന്നെ ഇങ്ങോട്ട് വളരുകയാണ്. വ്യാഴം, വെള്ളി, ശനി, ഇങ്ങനെ പോകും. പിന്നെ ആ വ്യാഴം അതായത് അടുത്ത വെള്ളിയല്ലല്ലോ, ബുധനാഴ്ച ആകുമ്പോഴേക്കും ഇത് നേർ പകുതിയാകും. ചന്ദ്രൻ നേർ പകുതിയായിട്ട് ഒരു വലിയ ഹിലാലിന്റെ രൂപത്തിൽ കാണാൻ പറ്റും. അത് അവസാനത്തെ ഹിലാലാണ്. പിന്നെ അതിനുശേഷം ഇതിന്റെ ഷേപ്പ് മാറി 8-ാമത്തെ ദിവസം ഇത് ഇങ്ങനെ വരും. അപ്പൊ ഇത് സാധാരണ ഒരാൾ നോക്കുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ പഠിക്കാൻ പറ്റും. അതാണ് നമ്മൾ ഈ കലണ്ടറിൽ കൊടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് പോയി വെക്കാം. അത് ഏതുപോലെ ഒരാൾ പഠിക്കുന്നുണ്ടെങ്കിൽ ആദ്യമായിട്ട് ഒരു ബേസ് വേണം. അതിനുവേണ്ടി നമ്മൾ ഇത് നോക്കിയിട്ട് നമ്മൾ പഠിക്കാം. അത് ഏതുപോലെ ഇപ്പൊ ആദ്യം നമ്മൾ എണ്ണം പഠിക്കുമ്പോൾ
എന്തെങ്കിലും ഒന്ന് ഉപയോഗിക്കേണ്ടി വരും, കല്ലോ അല്ലെങ്കിൽ വിരലോ കൊണ്ടാണ് നമ്മൾ 1, 2, 3 മനസ്സിലാക്കുന്നത്. അല്ലെങ്കിൽ ഇത് ശരിക്കും മനസ്സിലാവില്ല. അതേപോലെയാണ് ഇപ്പൊ ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. പഠിക്കുന്നവർ ഇത് പഠിക്കാൻ വേണ്ടിയാണ്. ഇത് നോക്കി പഠിച്ചാൽ നമുക്ക് ഒരു 2-3 മാസം കൊണ്ട് തന്നെ മാസം തുടങ്ങുന്നത് എപ്പോഴാണെന്ന് എല്ലാവർക്കും പറയാൻ പറ്റും. ഇത് വളരെ എളുപ്പമുള്ള ഒരു ലളിതമായ സിസ്റ്റമാണ്. അള്ളാഹു ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് മനുഷ്യർ അറിയാൻ വേണ്ടിയാണ്. അവർക്ക് എഡ്യൂക്കേഷൻ ഒന്നും ആവശ്യമില്ല. ഒന്നും അറിയാതെ തന്നെ ഈ മാസം എത്രയാണെന്നുള്ളത് ആകാശം നോക്കിയിട്ട് നമുക്ക് പറയാൻ പറ്റും. വളരെ സിമ്പിളാണ്. പക്ഷെ നമുക്കതുമായിട്ട് ബന്ധമില്ലാത്തത് കൊണ്ടാണ് ഇത് മനസ്സിലാകാത്തത്. ഇതിനെപ്പറ്റി നമ്മള് ഇപ്പം കടലിൽ പോകുന്നവരോട് ചോദിച്ചാൽ അവര് പറയും ഇന്ന് വാവ് ദിവസമാണ്. അതെങ്ങനെ പറയുന്ന വെച്ചാൽ ഈ കടലിന്റെ വെള്ളം ചന്ദ്രനുമായിട്ട് ബന്ധമുണ്ട്. അതിന്റെ ആകർഷണ ശക്തി കൊണ്ട് ഈ അമാവാസി ടൈമിലും ഫുൾ മൂൺ ടൈമിലും ഇതിന്റെ ഫ്ലക്ച്വേഷൻ അധികം ഉണ്ടാവും. അപ്പൊ അവർക്കത് മനസ്സിലാവും ഏത് ദിവസത്തിലാണ് ഏറ്റവും അധികം വെള്ളം ചെറുകുന്നത്, അത് അമാവാസി ദിവസമാണെന്ന് അവർക്ക് മനസ്സിലാവും. അതേപോലെ ഇനി പൗർണമി ദിവസത്തിലും അതേപോലെ ഉണ്ടാവും. അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അത് ഈ സാധാരണ ഈ കടലിൽ പോകുന്ന ആളുകൾക്ക് അതിനെപ്പറ്റി നല്ലപോലെ അറിയാം. ഇപ്പൊ പിന്നെ വാച്ചുകൾ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. മീൻ പിടിക്കുന്നവർക്ക് ഇതിന്റെ ഇത് അറിയാൻ വേണ്ടിയിട്ട് 3 വാച്ച് ഉണ്ടാക്കിയിട്ടുണ്ട്. 3 ഇത് അതിൽ കാണാൻ പറ്റും, ഫേസ് കാണാൻ പറ്റും. ടൈഡൽ വാച്ച്, മൂൺ വാച്ച്. അപ്പൊ മൂൺ വാച്ച് അവരുണ്ടാക്കിയിരിക്കുന്നത് ഈ ഇത് നോക്കാൻ വേണ്ടിയാണ്. കാരണം ഈ ചന്ദ്രന്റെ വൃദ്ധിക്ഷയങ്ങളുമായിട്ട് ടൈഡ് ബന്ധമുണ്ട്. അതെങ്ങനെയെന്ന് വെച്ചാൽ ഇപ്പൊ സൂര്യനും ചന്ദ്രനും തമ്മിലാണ് ആകർഷിക്കുന്നത്. സൂര്യനും ചന്ദ്രനും ഈ വെള്ളത്തെ ആകർഷിക്കുമ്പോൾ അത് ആ ഫ്ലക്ച്വേഷൻ അധികം ഉണ്ടാവും. ഇത് ഇപ്പൊ പൗർണമിയിലോ അമാവാസിയിലോ ആണ് ഏറ്റവും അധികം ഇത് ഉണ്ടാവുന്നത്, ഫ്ലക്ച്വേഷൻ ഉണ്ടാവുന്നത്. അത് അധികം വറ്റുകയും ചില സ്ഥലത്ത് അധികം ആവുകയും ചെയ്ത് രണ്ടും ഇങ്ങനെ നേരെ വരുന്ന സമയത്ത് ഈ രണ്ടിന്റെയും ആകർഷക്തി ഒരു ഭാഗത്ത് വരുന്നത് കൊണ്ട് അല്ലെങ്കിൽ ഓപ്പോസിറ്റ് സൈഡിൽ വരുന്നത് കൊണ്ട് ഈ ഫ്ലക്ച്വേഷൻ അധികമാണ്. അതല്ലാതെ വേറെ സമയങ്ങളിൽ ഇത് ഏതാണ്ട് ഒരുപോലെയായിട്ട് മാറും. ആ ഫ്ലക്ച്വേഷൻ അധികം ഉണ്ടാവില്ല, എല്ലാം ഒരുപോലെയായിട്ട് ഇങ്ങനെ പോകും. അപ്പൊ ഇതിന് കാരണം ഈ ചന്ദ്രന്റെ ആകർഷണ ശക്തിയാണ്. ഇതുമായിട്ട് ഈ ചന്ദ്രന്റെ വൃദ്ധിക്ഷയങ്ങളുമായിട്ട് ചില രോഗങ്ങൾക്കും ബന്ധമുണ്ടെന്ന് പണ്ട് തന്നെ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പൊ അത് പരിശോധിക്കാൻ വേണ്ടി തിരുവനന്തപുരത്ത് ഈ ആദിവാസികളുടെ ഈ പഴയ മരുന്നുകളെ പറ്റി റിസർച്ച് ചെയ്യുന്ന ഒരു ഡോക്ടറുണ്ട്. അദ്ദേഹം ഡോക്ടർ വിജയൻ ആണ്. അദ്ദേഹം ഇതേപോലെ നമ്മൾ ഉണ്ടാക്കിയ പോലെ തന്നെ ആ ഇംഗ്ലീഷ് കലണ്ടറിൽ ചന്ദ്രന്റെ വൃദ്ധിക്ഷയങ്ങൾ കൊടുത്തുകൊണ്ട് കലണ്ടർ ഉണ്ടാക്കാൻ തുടങ്ങിയിട്ട് കുറെ കാലമായി. അദ്ദേഹം പറയുന്നത് ഇത് പരിശോധിക്കാൻ വേണ്ടിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് എന്നാണ്. ഇതിന്റെ വൃദ്ധിക്ഷയങ്ങൾ വളരെ കൃത്യമാണ്. നമുക്ക് ഏത് ദിവസത്തിന് വേണമെങ്കിലും ഈ വൃദ്ധിക്ഷയങ്ങൾ നമുക്ക് ഇന്റർനെറ്റിൽ തന്നെ അവൈലബിൾ ആണ്. ഇപ്പൊ ഏത് കാലത്തിന്റെ വേണമെങ്കിലും നമുക്ക് കിട്ടും. ഇപ്പൊ ഏത് മാസത്തിന്റെ വേണം. ഇപ്പൊ റസൂലുള്ളാഹി കാലത്ത് എങ്ങനെ ഉണ്ടായിരുന്നു, ദുൽഖഅദ് മാസം, ദുൽഹജ്ജ് മാസം എങ്ങനെയായിരുന്നു, എങ്ങനെയാണ് ഹജ്ജ് ചെയ്ത മാസം വൃക്ഷങ്ങൾ ഉണ്ടാകുന്നത് എന്ന് നമുക്കിപ്പോ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അത്രക്കും സയൻസ് അഡ്വാൻസ് ചെയ്തിരിക്കാൻ അവർക്ക് വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റും. ഈ ടൈഡ് നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മാസാവസാനം കണ്ടുപിടിക്കാൻ പറ്റും.